നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഞ്ഞക്കർക്കടകത്തിന് വിട നൽകി ചിങ്ങം പിറന്നു. പുതുവർഷത്തെ വരവേറ്റ് മലയാളികൾ. കേരള കർഷക ദിനം കൂടിയായി ഇന്ന് വിവിധയിടങ്ങളിൽ കർഷകരെ ആദരിച്ചു. ചില മേഖലകളിൽ കർഷക ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച് കർഷകർ. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ തീക്കോയിൽ റോഡരികിൽ വളവിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാത്തതിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. പനച്ചിക്കാട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. മഴ ശക്തി പ്രാപിച്ചതോടെയാണ് ഒച്ചുകൾ പെരുകി തുടങ്ങിയത്. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഭീമൻ ഒച്ചുകളുടെ സാന്നിധ്യം കൂടുതൽ. അപകടകാരികളായ ഒച്ചുകളുടെ ശല്യം ഒഴിവാക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ചിങ്ങം 1 കൊല്ലവർഷത്തിൻ്റെ ആദ്യ ദിവസമായതിനാൽ മലയാളികൾക്ക് ഈ ദിവസം പുതുവർഷ ആരംഭം കൂടിയാണ്. അതോടൊപ്പം കർഷക ദിനം കൂടിയായി ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. പാടം നിറയെ വിളഞ്ഞു കിടക്കുന്ന സ്വർണ്ണ പ്രതീക്ഷകളെ കൊയ്തെടുത്ത് കറ്റമെതിക്കുന്ന കൊയ്ത്തുകാലം കൂടിയാണ് ചിങ്ങം. കർക്കടകത്തിൻ്റെ വറുതിയിൽ നിന്നും ചിങ്ങപ്പുലരിയിലേക്ക് പുതിയ പ്രതീക്ഷകളോടെയാണ് ഓരോ മലയാളികളും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത്. ചിങ്ങമെത്തിയതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് എത്തിയതെന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കൂടി ദിനമാണ് ഇത്. മലയാള വർഷാരംഭത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ വർഷം മുഴുവൻ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. കൂടാതെ ചിങ്ങം പിറന്നാൽ ഓണനാളിനായുള്ള കാത്തിരിപ്പിനും തുടക്കം കുറിക്കുകയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ഏത് നാട്ടിൽ കഴിഞ്ഞാലും പ്രായമെത്ര പിന്നിട്ടാലും മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത ഉണർത്തുന്ന വികാരമാണ് ചിങ്ങമാസവും പൊന്നോണവുമെല്ലാം. മുറ്റത്തെ ഊഞ്ഞാലും മത്തപ്പൂക്കളവും ഒക്കെയായി എത്തുന്ന ഓണക്കാലം തന്നെ ഇതിൽ പ്രധാനം. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. പുരയിടത്തിൽ സമ്മിശ്ര കൃഷിയുടെ ഹരിത മാതൃക തീർക്കുകയാണ് കങ്ങഴ കരോട്ട് മുഞ്ഞനാട്ട് KS താഹ സാഹിബ് എന്ന കർഷകൻ. ഫലവൃക്ഷങ്ങൾ തണലിടുന്ന പുരയിടത്തിൽ വാഴയും ചേനയും ചേമ്പും പലയിനം പച്ചക്കറികളുമുണ്ട്. വീടിന് ചുറ്റുമുള്ള 2 ഏക്കറിൽ 1 ഇഞ്ച് പോലും പാഴാക്കാതെയാണ് താഹ സാഹിബിന്റെ കൃഷി. വാഴയും ചേനയും ചേമ്പും ഇഞ്ചിയും മഞ്ഞളും കപ്പയും തെങ്ങും പലയിനം പച്ചക്കറികളുമുണ്ട്. ഒപ്പം കോഴി, മീൻ വളർത്തലുമുണ്ട്. താഹ സാഹിബിന് ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമായിരുന്നു. ബിസിനസ്സിനോടൊപ്പം കൃഷിയിടം ഹരിതാഭമാക്കി വിളവെടുക്കുമ്പോൾ തികഞ്ഞ സംതൃപ്തി. മണ്ണിലേക്കിറങ്ങാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനം. എല്ലാറ്റിനും സഹായിയായി ഭാര്യ ഷീബ ഒപ്പമുണ്ട്. നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിലുള്ള ആളാണ്. എനിക്ക് കൃഷിയോട് ഭയങ്കര ഒരു ടേസ്റ്റാണ്. മണ്ണിനോട് എനിക്ക് വലിയൊരു പ്രണയമാണ്. മണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ കാമുകയാണ്. ഈ മരങ്ങളും ഈ വിഷ്വൽസും എല്ലാം എൻ്റെ പ്രേമത്തിന് മറപിടിക്കുന്ന സാധനങ്ങളാണ്. ഈ കാറ്റ് എൻ്റെ പ്രേമത്തിന് സൗരഭ്യം പുലർത്തുന്നതാണ്. അപ്പോൾ ഈ മണ്ണിൽ ഇങ്ങനെ കൃഷി ചെയ്ത് ഈ മണ്ണിൽ അലിയാനാണ് എനിക്ക് എപ്പോഴും മോഹം. അതാണ് ഞാൻ മണ്ണിനോടുള്ള പ്രണയം. അടങ്ങാത്ത പ്രണയമാണ് എനിക്ക് മണ്ണിനോടുള്ളത്. ഞാൻ രാവിലെ 6 മണിക്ക് ഇതിനകത്ത് ഇറങ്ങുന്നതാണ്.
ഇറങ്ങി 12 മണി വരെ പണിതിട്ടാണ് ഞാൻ പുറത്ത് കയറി വരുന്നത്. വൈകുന്നേരം അതേപോലെ ഈ മണ്ണിൻ്റെ അകത്താണ്. ഈ മണ്ണുമായിട്ടുള്ളൊരു അലിഞ്ഞു ചേർന്ന ഒരു അഭേദ്യമായ ബന്ധമാണ് എനിക്കുള്ളത്. ഇപ്പം നമുക്ക് എത്ര ഏക്കറിലാണ്? ഈ 2 ഏക്കറിനകത്ത് മൊത്തം കൃഷിയാണ്. അതിനകത്ത് 1 ഇഞ്ച് പോലും ഞാൻ വെറുതെ വേസ്റ്റാക്കി ഇട്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് എല്ലാ മരങ്ങളോടും സമ്മിശ്ര കൃഷിയാണ്. എനിക്കൊരു കൃഷിയോട് മാത്രം ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. എല്ലാ കണ്ണിൽ കാണുന്നതെല്ലാം കൊണ്ട് ഞാനിവിടെ കൃഷി ചെയ്യുകയും വിൽക്കുകയും വിതയ്ക്കുകയും നനയിക്കുകയും ചെയ്യും. വെളുപ്പിന് ഞാൻ ഈ കൃഷിക്കൊക്കെ എനിക്കൊരു വലിയൊരു 2 കരങ്ങളുണ്ട്. എൻ്റെ അദൃശ്യ കരങ്ങളാണ്, ദൈവത്തിൻ്റെ കരങ്ങളെന്ന് വേണ്ടി വിശേഷിപ്പിക്കുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആ കരങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സമർപ്പിക്കുകയാണ്. എൻ്റെ കൃഷിയും കൃഷിയിടവും എല്ലാം ഞാൻ സമർപ്പിക്കുക ആ കരങ്ങൾക്ക് വേണ്ടി. എവിടെയോ ജീവിച്ചിരിക്കുന്ന ആ 2 കരങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നെ രാവിലെ എഴുന്നേറ്റ് നനയ്ക്കാനും കള പറിക്കാനും കാട് പറിക്കാനും പറമ്പി പണിയാനുമായിട്ട് എന്നെ ഉത്തേജിപ്പിച്ച് വിടുന്ന ഒരു പ്രേരക ശക്തിയുണ്ട്, ഒരു ഉദ്ദീപന ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഞാൻ സമർപ്പിക്കുക ഇതെല്ലാം. 5 വർഷം മുൻപ് കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി താഹ സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ വർഷവും പഞ്ചായത്തിലെ മികച്ച കർഷകനാണ് അദ്ദേഹം. കർഷക ദിനത്തിൽ അദ്ദേഹത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ അവാർഡ് നൽകി ആദരിച്ചു. 2ാമത്തെ തവണ എന്നെ തേടിയെത്തുന്ന ഈ അവാർഡ്. ആദ്യത്തെ ഒരു തവണ കിട്ടിയത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോഴും ചെയ്തു. 5 വർഷം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് 2ാമത് ചെയ്തു. 2ാമത്തെ ഈ അവാർഡ് എനിക്ക് അർഹനായി. പിന്നെ എന്നെപ്പോലുള്ള ഒരു തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഒരു നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുമ്പോൾ കൃഷിയും കാർഷിക വൃത്തിയുമാണ്. നാടിനെ വെച്ച് വിളമ്പി കൂട്ടുന്നത് നമ്മളാണ് ഈ രാജ്യത്ത്. അപ്പോൾ ഈ പുതിയ തലമുറ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പേര് കടന്നു വരണം. ഈ കൃഷിയുടെ അനുബന്ധമായ മേഖലകളിലേക്ക് വരണമെന്നാണ് എനിക്ക് ആ പുതിയ തലമുറയോട് ചെയ്യാനുള്ള ഒരു ആഹ്വാനം. ആരോഗ്യമുള്ളിടത്തോളം കാലം കൃഷി വിട്ടൊരു കാര്യവും താഹ സാഹിബിനില്ല. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കർഷക ദിനത്തിൽ മണ്ണിൽ പൊന്നുവിളയിച്ച കർഷകനെ അറിയാം. മുട്ടുച്ചിറ ഇരവിമംഗലം ചിറപ്പുറത്ത് ശശി എന്ന 70-കാരൻ 55 വർഷമായി മണ്ണിൽ പൊന്നു വിളയിച്ചിട്ടും ഒരു കർഷകൻ എന്ന നിലയിൽ ഇതുവരെ ഒരു ആദരവിന് ആരും വിളിച്ചിട്ടില്ല എന്നും പറയുന്നു ഈ കർഷകൻ. മുട്ടുച്ചിറ ഇരവിമംഗലം ചിറപ്പുറത്ത് ശശി എന്ന 70-കാരൻ 24 വർഷമായി തലയോലപ്പറമ്പ് പൊതി പാടശേഖരത്തിൽ 4 ഏക്കറോളം സ്ഥലത്ത് പയറും പാവയ്ക്കയും പടവലങ്ങയും ഉൾപ്പെടെ നിരവധി കൃഷികൾ ചെയ്തു വരുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിന് മുമ്പ് വിളവെടുക്കാനുള്ള സമയത്തിന് മുന്നേ കാലം തെറ്റിയുള്ള മഴയിൽ നോക്കി നെടുവീർപ്പിടാനേ ഈ കർഷകനാവുന്നുള്ളൂ. വെളുപ്പിന് 1 മണി മുതൽ 5 മണി വരെ വിളവെടുത്ത പച്ചക്കറികൾ മാർക്കറ്റിലെത്തിക്കുമ്പോൾ കർഷകന് പണിക്കൂലി പോലും കിട്ടാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. കർഷക ദിനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യത്യസ്തമായ മറുപടിയാണ് ശശിയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇവിടെ 2 തരം കർഷകരാണുള്ളതെന്നും ഒന്ന് യഥാർത്ഥ കർഷകരും മറ്റേത് ഡയറി കർഷകരുമാണെന്നാണ് ശശി പറയുന്നത്. ഡയറി കർഷകൻ എന്നാൽ ഇക്കൂട്ടർ ഡയറിയിൽ മാത്രം കൃഷി നടത്തി ഉദ്യോഗസ്ഥരുടെ അറിവോടെ അവാർഡ് വാങ്ങുന്നു. യഥാർത്ഥ കർഷകർക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തവരും ഈ കർഷകരെ ആരും തിരിച്ചറിയാത്തവരുമാണെന്ന് ശശി ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. വന്നിട്ടില്ല, ഞങ്ങൾ തിരക്ക് ഒരു ഓഫീസർമാരും വന്നിട്ടില്ല. പിന്നെ തലപ്പുമ്പ് കൃഷിഭവനിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് വരും, അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഓഫീസേഴ്സ് ഇവിടെ വരാറുമില്ല. നമ്മളതിൻ്റെ അവാർഡിന് വേണ്ടിയിട്ട് മെനക്കെടാറുമില്ല, പോകാറുമില്ല. ഈ അവാർഡ് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഇത് ഡയറിയും കർഷകത്തിൽ വെച്ച് നടക്കുന്ന കർഷകനാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊക്കെയാണ് സർക്കാർ അവാർഡ് കൊടുക്കുന്നത്. യഥാർത്ഥ കർഷകൻ തിരക്കുന്ന വരുന്നുമില്ല. അവന് അവാർഡ് വേണമെന്നും പറഞ്ഞ് അവൻ ചെല്ലുന്നുമില്ല. അപ്പോൾ അവനതിനായിട്ട് നേരവും ഇല്ല, സമയം കിട്ടത്തില്ല. അതാണ് കൃഷിപ്പണിയായിട്ട് നടക്കണതിന് യഥാർത്ഥ കർഷകനാണെങ്കിൽ അവന് സമയം കിട്ടത്തില്ല. തൻ്റെ 2 മക്കളെയും ഈ കൃഷി കൊണ്ട് വിദ്യാഭ്യാസവും നൽകിയെങ്കിലും ഇവരാരും ഈ കൃഷിയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന് താല്പര്യമില്ല. പുതിയ തലമുറയ്ക്ക് കൃഷിയും കൃഷിക്കാരും അന്യം നിന്നു പോകുന്ന ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ യുവതലമുറ ആരും കൃഷിയിലേക്ക് വരികയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കയറ് പറ്റാനോ അല്ലെങ്കിൽ ഇതൊരു വരുമാന മാർഗമല്ല, സ്ഥിര വരുമാനം 12 മാസം വരുമാന മാർഗമല്ല. ഇതൊരു സീസൺ വർക്കെന്ന് മാത്രമേ ഉള്ളൂ. സീസൺ വർക്കാണെങ്കിലും ഒരു 100 കിലോ പാവയ്ക്ക എടുത്ത് കരയ്ക്ക് തരണമെങ്കിൽ ഈ ഒറ്റയ്ക്കൊക്കെ കിടന്ന് പണിയുമ്പോൾ തന്നെ എത്ര മണിക്കൂർ ഇപ്പം കഷ്ടപ്പെടണം. 100 കിലോ പയറെടുത്ത് കരയ്ക്ക് തരണമെങ്കിൽ അല്ല വഴിസൈഡിൽ അടിക്കണം, അല്ല മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ അവനൊരു 12 മണിയാകുമ്പോൾ ഇറങ്ങിയെങ്കിൽ ഒരു 6 മണിയാകുമ്പോഴത്തേന് ഇവൻ തന്നെ ഈ സാധനം എടുത്ത് കരയ്ക്ക് കയറുള്ളൂ. ഈ 12 മണിയാകുമ്പോഴത്തേന്
ആരെ കൂലിക്ക് കൂട്ടും? അല്ല വീട്ടിൽ നിന്ന് ആൾ വേണം. വീട്ടിൽ നിന്ന് ഇപ്പോഴത്തെ രീതിക്ക് വീട്ടിൽ നിന്ന് ആരും ഒന്നും ചെയ്യാനായിട്ട് ആരുമില്ല. പിള്ളേരൊക്കെ കർഷകൻ്റെ മക്കളെ ഒരിക്കലും കർഷകനാക്കിയല്ല. അവൻ വേറെ പഠിപ്പിച്ച് വേറെ രീതിയിലോട്ട് വിടുകയുള്ളൂ. ഒരു കാരണവശാലും അവൻ കർഷകനാക്കിയല്ല. ദൃശ്യ ന്യൂസ്, വൈക്കം. സമ്മിശ്ര കൃഷിയിലൂടെ കരുത്ത് തെളിയിച്ച ഒരു വനിതാ കർഷകയുണ്ട് ഇടുക്കിയിൽ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ താമസിക്കുന്ന ചന്ദ്രൻ കുന്നേൽ സെലിൻ മാത്യുവാണ് 5 ഏക്കറോളം വരുന്ന തൻ്റെ കൃഷിയിടത്തിൽ നിന്നും വിവിധ ഇനം കൃഷിയിലൂടെ വിജയം കൈവരിച്ചത്. അതേസമയം ഇവരെ നല്ല കർഷകയായി അംഗീകരിക്കുവാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറായില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ താമസക്കാരിയായ ചന്ദ്രൻ കുന്നേൽ സെലിൻ മാത്യുവിന് 4 ഏക്കർ പുരയിടമാണുള്ളത്. ഈ 4 ഏക്കറിലും നിറയെ വ്യത്യസ്ത ഇനം കാർഷിക വിളകളാണ്. കൊക്കോ, ജാതി, ഗ്രാമ്പു, റബ്ബർ തുടങ്ങിയ ദീർഘകാല നാണ്യവിളകൾക്ക് പുറമെ കപ്പ, വാഴ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടക്കാല കൃഷികളും ധാരാളമായി ഉണ്ട്. എനിക്ക് 4-5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവിധ കൃഷികളും സമ്മിശ്രമായിട്ട് ചെയ്യുന്നുണ്ട്. ജാതി, കൊക്കോ, തെങ്ങിൻ തൈകൾ, അതുപോലെ റംബുട്ടാൻ, പിന്നെ അവക്കോട, റബ്ബറ്, എല്ലാ കൃഷികളും. കപ്പ ഒരു ഏകദേശം ഒരു 2000 മൂട് ഒരിടത്ത് തന്നെയുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെയായിട്ട് അതിന് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ താഴെയായിട്ടും ഉണ്ട്. ഈ അത്രയും സ്ഥലത്തുനിന്ന് ഞാൻ അതായത് ഒരു 1.5-2 സെൻറ്റ് സ്ഥലം കാണും കഷ്ടി. കൃഷിപ്പണികളിലെല്ലാം ഈ വീട്ടമ്മയുടെ മേൽനോട്ടമുണ്ട്. സഹായികളെ ഉൾപ്പെടുത്തിയാലും എല്ലാ കൃഷിക്കാര്യങ്ങളിലും സെലിൻ മാത്യുവിൻ്റെ കരസ്പർശമുണ്ടാകും. ഓരോ ഇനം കൃഷിക്കും വരുമാനത്തിലും വിളവിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സമ്മിശ്ര കൃഷിയിൽ ശരാശരി വരുമാനം ലഭിക്കുമെന്നാണ് ഈ വനിതാ കർഷക പറയുന്നത്. അതേസമയം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന വനിതാ കർഷകയായിട്ട് പോലും പഞ്ചായത്തും കൃഷി വകുപ്പും കർഷക ദിനത്തിൽ ഇവരെ പരിഗണിച്ചില്ലെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ചിങ്ങം 1 പുതുവത്സര ദിനം ക്ഷീരകർഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഞ്ചനാ ദിനമായി ആചരിച്ചു. കൂത്താട്ടുകുളം മുത്തോലപുരം കവലയിൽ നിന്നും പശുക്കളും പാൽപാത്രങ്ങളുമായി ക്ഷീരകർഷകർ പ്രകടനമായി മുത്തോലപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുന്നിലെത്തി. ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലിത്തീറ്റയുടെ വില വർധനവ്, തൊഴിലാളികളുടെ കൂലി വർധനവ്, പുൽകൃഷി ചെയ്യുന്നതിനുള്ള ചെലവിലുണ്ടായ വർധനവ്, കാലാവസ്ഥ മാറ്റം മൂലം പുല്ലുകൾ നശിച്ചു പോകുന്നത്, വെറ്ററിനറി സേവനങ്ങളുടെ ചെലവിലുണ്ടായ വർധനവ്, കറണ്ട്, വെള്ളക്കരം എന്നിവയുടെ വില വർധനവ് തുടങ്ങിയതുമൂലം 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചിലവ് 65 രൂപയ്ക്ക് മുകളിലാകുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് വെറും 43 രൂപ മാത്രമാണെന്ന് കർഷകർ പറയുന്നു. ഇതുമൂലം വലിയ തോതിൽ ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്നും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടി ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും പാലിൻ്റെ സംഭരണ വില 70 രൂപ നടപ്പിലാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കേരള ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ നേതാവ് ബിബി പോൾ ജോസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം MP ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രകാശൻ PN, ഷിജോ ജോൺ, ജോസ് ജോർജ്, റോണി ജോൺ, പൈലി ഒലികൽ തുടങ്ങിയവർ പങ്കെടുത്തു. വഞ്ചനാ ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് ബിബിച്ചേട്ടനും ചേട്ടനും പറഞ്ഞതുപോലെ നമ്മളുടെ പാൽ വില കൂടുന്നില്ല. അതായത് ഇതിപ്പോൾ 4ാമത്തെ സമരമാണ് നടക്കുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഇവിടെ നിന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ആദ്യം ഇടപ്പള്ളി മിൽമയുടെ ഓഫീസിൻ്റെ മുൻപിൽ സമരം നടത്തിയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൻ്റെ മുൻപിൽ നടത്തി. അന്ന് നടത്തിയ സമയത്ത് അവിടുത്തെ ശാലിനി ഗോപിനാഥ് എന്ന് പറയുന്ന ഡയറക്ടറേറ്റിൻ്റെ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സമരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽവില കൂട്ടണം, കാരണം 40 രൂപയാണ്, 40 ഏകദേശം സാധാരണ കർഷകന് കിട്ടുന്നത് 42 രൂപ വരെയും കിട്ടും. പക്ഷേ ഇവിടുന്ന് ആ പാല് പോകുന്നത് 60 രൂപയ്ക്കാണ്. അപ്പോൾ ഒരു ലിറ്റർ പാലിൻ്റെ ഒരു ഉൽപ്പാദന ചെലവെന്ന് പറയുന്നത് ഏകദേശം 55 രൂപയോളം വരും. അപ്പോൾ ഒരു സാധാരണ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന കർഷകരെ സംബന്ധിച്ച് ഒന്നും ഇല്ല. അതുകൂടാതെ അത് പറഞ്ഞതുപോലെ മരുന്ന് മേടിക്കുന്നതിനാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിത്തീറ്റ വാങ്ങുന്നതാവട്ടെ, അങ്ങനെയുള്ള ഒരു ആവശ്യത്തിനും ഈ പൈസ തികയത്തില്ല. 2 ആവശ്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്, സർക്കാരിൻ്റെ മുന്നിലേക്ക് ഉന്നയിക്കുന്നത്.
പാലിൻ്റെ വില 70 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വർഷങ്ങളായിട്ടുള്ള പരിഷ്കരിക്കാതിരുന്ന ചാർട്ട് പരിഷ്കരിക്കുക, വളരെ ന്യായമായ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മിൽമയുടെ മുന്നിൽ വലിയ സമരങ്ങൾ ഇതിനു മുമ്പ് പല ഘട്ടങ്ങളായിട്ട് നടത്തി. എങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും ലാഭത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായ മിൽമ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെ നിസ്സംഗമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ തീക്കോയിൽ റോഡരികിൽ വളവിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. തീക്കോയി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ സർവീസ് സഹകരണ ബാങ്കിന് എതിർവശമായാണ് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത്. വലിയ വളവായതിനാൽ ഇരുവശങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് ട്രാൻസ്ഫോർമർ മറ സൃഷ്ടിക്കുകയാണ്. റോഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോർമർ മൂലം നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. നിരവധി തവണ ട്രാൻസ്ഫോർമർ മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ല. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്ക് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വഴിപരിചയമില്ലാത്തവരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. റോഡിനോട് ചേർന്ന് വളവിൽ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കുന്നതിനായി സമീപത്ത് സ്ഥലവുമുണ്ട്. ബസ് സ്റ്റോപ്പും സീബ്ര ലൈനും ഈ ട്രാൻസ്ഫോർമറിന്റെ അടുത്ത് തന്നെയാണുള്ളത്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ കാൽനട യാത്രക്കാരെ ഈ ട്രാൻസ്ഫോർമർ മൂലം കാണാൻ സാധിക്കില്ല. ഇതുമൂലം വലിയ അപകടത്തിനാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് നിയന്ത്രണം തെറ്റിയ കാർ സമീപത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. വളവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമൺ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാൻസ്ഫോർമറിന്റെ സംരക്ഷണ ഭിത്തിയിൽ തട്ടുന്നതിനും കാരണമാവും. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് തീക്കോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ്, തീക്കോയ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TD ജോർജ്, വൈസ് പ്രസിഡന്റ് പയസ് കവളമാക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരി മണ്ണുമടം, UDF ചെയർമാൻ ജോയി പൊട്ടറാണിയിൽ, യാത്രക്കാർ എന്നിവർ ആവശ്യപ്പെട്ടു. ഈരാറ്റുപേട്ട വാഗമൺ ഹൈവേയിൽ തീക്കോയി സഹകരണ ബാങ്ക് ജംഗ്ഷനിലെ വളവിൽ KSEBയുടെ ട്രാൻസ്ഫോമർ വളരെ അപകടകരമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് റോഡിൻ്റെ വളവിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോഡിനോട് ചേർന്ന് തന്നെയാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. നിരവധിയായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വളവായതുകൊണ്ട് ഈ വാഹനങ്ങൾ 2 വശത്തു നിന്നും വരുന്നത് മറവായിട്ടാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. തീക്കോയി ബാങ്ക് പടിക്കൽ നിലവിലുള്ള ഈ KSEBയുടെ ട്രാൻസ്ഫോമർ അടിയന്തരമായിട്ട് മാറ്റി സ്ഥാപിക്കണം. അത് മുമ്പിലോ എവിടെയാണെങ്കിലും വേണ്ട, റോഡ് സൈഡിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചേ പറ്റൂ. കാരണം ഇവിടെ നിരന്തരമായിട്ട് ഇത് ഈരാറ്റുപേട്ട പീരുമേട് സ്റ്റേറ്റ് ഹൈവേ ആണ്, SH14. ഇത് വാഗമൺ പ്രദേശത്തേക്ക് ദൈനംദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ പ്രവഹിക്കുന്ന ഒരു സ്ഥലമാണ്. ക്രിയാൻ കുരിശുമല, വെള്ളാപ്പാറ, മുരുകന്മല തുടങ്ങി ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണിലേക്ക് രാവിലെ മുതൽ രാപകലില്ലാതെ വാഹനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അപകട വളവിലിരിക്കുന്ന വണ്ടി ഈ എതിർവശത്ത് വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം വാഹനങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഇത് നിരന്തരമായി വലിയ അപകടം ഒരുപാടുണ്ടായിട്ട് ദൈവകൃപയാൽ അപകടം ആളപായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത നാളിൽ തന്നെ ഒരു കാറ് വന്ന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഹൈവേയിൽ ഈ ട്രാൻസ്ഫോർമർ ഒരു തടസ്സമായി നിൽക്കുകയാണ്. ധാരാളം ജനങ്ങൾ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാനും സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ധാരാളം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അധികാരികളുടെ അടുത്ത് ഇതിനെപ്പറ്റി പരാതി നൽകുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെ നടപടിയും ആയിട്ടില്ല. ഇത് തീക്കോയി ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ്. പല പ്രാവശ്യം ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുള്ളതാണ്. എത്രയും വേഗം ഇതിനൊരു നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടും. എത്രയും പെട്ടെന്ന് ഈ ട്രാൻസ്ഫോർമർ ഇടന്ന് മാറ്റി സ്ഥാപിക്കണം. അല്ലെങ്കിൽ വഴി പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇതിലെ കൂടുതലും വരുന്നത്. ആയിരക്കണക്കിന് വണ്ടികൾ ഈ ടൂറിസം മേഖലയായതുകൊണ്ട് ഇതിലെ വന്നു പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചത് മാറ്റാൻ. ട്രാൻസ്ഫോർമർ മാറ്റുമോ ഇവിടുന്ന്? ഇത് ഞങ്ങൾക്കുണ്ടല്ലോ, ഇതൊരു വലിയ വിഷയമാണ്. ഞങ്ങൾ പേടിച്ച് തന്നെയാണ് വരുന്നത്. ഞങ്ങളൊക്കെ എന്നും ഇതിലെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ദൃശ്യാന്യൂസ്, ഈരാറ്റുപേട്ട. കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. മഴ ശക്തി പ്രാപിച്ചതോടെയാണ് ഒച്ചുകൾ പെരുകിത്തുടങ്ങിയത്. ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഭീമൻ ഒച്ചുകളായ ഇവയുടെ സാന്നിധ്യം കൂടുതൽ. പറമ്പുകളും കാനകളുമൊക്കെ കടന്ന് വീടുകളുടെ ചുമരിലും വീടുകൾക്കുള്ളിലും വരെ എത്തി. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പാളിയതാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം കൂടാൻ കാരണമെന്ന പരാതിയുമുണ്ട്.
പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കുവാനും സംവിധാനമില്ല. വിളകളടക്കമുള്ള വിവിധ സസ്യങ്ങളെ മുച്ചൂടും തിന്ന് നശിപ്പിക്കുക മാത്രമല്ല, കുടിവെള്ള സ്രോതസ്സുകൾ, വീടുകളിലെ താരതമ്യേന തണുപ്പും ജലാംശവുമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടമായി എത്തി കാഷ്ടവും സ്രവവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യുന്നു. ഇവയുടെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ദ്രവം സ്പർശിച്ചാൽ ത്വക്കുരോഗം മുതൽ മസ്തിഷ്ക ജ്വരം വരെ ഉണ്ടാകാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പുറന്തോട് ശംഖു പോലെ ഇരിക്കുന്നത് കുട്ടികളിൽ കൗതുകമുണ്ടാക്കാനിടയുള്ളതിനാൽ കരുതിയിരിക്കണം. പനച്ചിക്കാട് പഞ്ചായത്തിലെ 5, 6, 7, 8 വാർഡുകളാണ് പ്രധാനമായിട്ട് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമാണ് രൂക്ഷമായി വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഇത് തുടങ്ങിയിട്ട് ഇപ്പം 1.5 മാസക്കാലമായി. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ഒച്ച പോലെയല്ല, ഇത് വലിയ വലിപ്പത്തിലുള്ള ഒച്ചാണ്. ഇത് നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടെ മുഴുവൻ നശിപ്പിക്കാൻ, ചെടികൾ തിന്നു തീർക്കാൻ, മരങ്ങൾ ഉൾപ്പെടെ, സിമെൻറ്റ് ഉൾപ്പെടെയാണ് ഇത് ഭക്ഷിക്കുന്നത്. അത്രമാണ് ഇത്. ഇപ്പോൾ ഇതിന് രൂക്ഷമായ വിഷയമായി കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തെ നമ്മുടെ തോടുകൾ, നമ്മുടെ വെള്ളം കിണറുകൾ ഉൾപ്പെടെ എല്ലാം മലീമസമായിരിക്കുകയാണ്. ഇത് രൂക്ഷമായ വിഷയമായതുകൊണ്ട് പനച്ചിക്കാട് പഞ്ചായത്തിലെ 7ാം വാർഡിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഇത് അനുഭവിക്കുന്നത്. ഇത് നിരവധി തവണ അവർ പനച്ചിക്കാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് അധികാരികളുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധമായ നിങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ച പരാതി ഞാനൊരു അഭിഭാഷക നിലയിൽ ഇന്ന് പരാതി കൊടുത്തിരുന്നു. ആ പരാതി നിങ്ങൾക്ക് തന്ന പകർപ്പ് ഇന്ന് രാവിലെ തന്നെ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അവിടെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ചേർന്ന്, ജില്ലാ മെഡിക്കൽ മിഷനോട് ചേർന്ന് അടിയന്തരമായി ഇതൊരു ആരോഗ്യ പ്രശ്നമായി വരുന്നുണ്ട്. ആളുകൾക്ക് ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള ഇതിനെ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവയെ പിടിക്കുന്നത് അപകടകരമാണ്. പ്രതികൂല കാലാവസ്ഥയിൽ 3 വർഷം വരെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഇവയെ നശിപ്പിക്കുക അത്ര എളുപ്പവുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചെന്ന് കരുതപ്പെടുന്ന ഇവയ്ക്ക് കൃഷിയുൾപ്പെടെ എന്തും നശിപ്പിക്കുവാൻ കഴിയും. മഴക്കാലമാകുമ്പോഴാണ് ഇവ കൂടുതലും പെരുകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ഇടുക്കി ജില്ലാതല വിതരണം അടിമാലിയിൽ നടന്നു. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ഇടുക്കി ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനമാണ് നടന്നത്. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുന്ന കേരള വിഷൻ പരിപാടി അഭിനന്ദനീയമാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ചാനലാണെന്നും MP കൂട്ടിച്ചേർത്തു. ഓരോ പ്രദേശങ്ങളിൽ കൊച്ചു കേബിൾ ഓപ്പറേറ്റർമാരായി ഒക്കെ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ഈ മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ ഒരുമിച്ച് ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് കേരള വിഷൻ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നതും ഇന്ന് നൽകുന്ന സേവനങ്ങളൊക്കെയും അത് വലിയ അനുഭവവേദ്യമായി മുൻപോട്ട് പോകുന്നു. കേരള വിഷൻ നമ്മുടെ നാട്ടിൽ നൽകുന്ന സേവനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതുപോലെ മറ്റനേകം സംഘാടകരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. തെരഞ്ഞെടുത്ത 10 കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ ഡീൻ കുര്യാക്കോസ് MPയും ദേവികുളം MLA രാജയും വിതരണം ചെയ്തു. പല്ലവി നെയ്ത്ത് യൂണിറ്റ് ഉടുമ്പന്നൂർ, മധുരിമ സ്പൈസസ് തൊപ്പിപ്പാള, മഹിബ കൺസ്ട്രക്ഷൻ യൂണിറ്റ് ആലക്കോട്, അക്ഷയ ശർക്കര യൂണിറ്റ് പയസ് നഗർ മറയൂർ, അമൃതം ന്യൂട്രിമിക്സ് യൂണിറ്റ് അമയപ്ര, കരിക്കിൻവാലി മരിയാപുരം, അനശ്വര ഫുഡ് ആൻഡ് കാറ്ററിംഗ് ആൻഡ് അനശ്വര ഹയറിംഗ് യൂണിറ്റ് അടിമാലി, ചിന്നൂസ് നേച്ചർ ഫ്രണ്ട്ലി ബാഗ് 10 മൈൽ അടിമാലി, റെയിൻബോ ട്രെയിനിങ് സെൻറ്റർ മൂന്നാർ, വളർമതി തോക്കുപാറ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലും പ്രശസ്തി പത്രവും സീരിയൽ, സിനിമാ, വ്യവസായ രംഗത്തെ പ്രമുഖർ വിതരണം ചെയ്തു. ഭാഗത്ത് നിന്നുള്ള ക്യാഷ് പ്രൈസ് ഭാഗത്ത് നിന്നുള്ള ഞങ്ങളുടെ കേരള വിഷൻ നൽകുന്ന ഞങ്ങളുടെ ഗിഫ്റ്റ് പാക്കറ്റ് ആയിട്ട് സാർ ഇത് കൂടി
കേരള വിഷന്റെ ഭാഗത്തു നിന്നുള്ള ദേവികുളം MLA A. രാജ അധ്യക്ഷത വഹിച്ചു. കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി അഭിമാന മുഹൂർത്തമാണെന്ന് MLA പറഞ്ഞു. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കേരളത്തിൽ ലോകത്ത് തന്നെ 50 ലക്ഷത്തോളം വനിതകളെ കുടുംബശ്രീയിൽ അംഗങ്ങളാക്കിയതിൽ നമുക്കെല്ലാം വലിയ രീതിയിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. 1998 ഇത് തുടക്കം കുറിക്കുന്നത്. COA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ സ്വാഗതം പറഞ്ഞു. മികച്ച കുടുംബശ്രീ യൂണിറ്റുകളിൽ തെരഞ്ഞെടുത്ത ജൂറികൾക്കുള്ള ഉപഹാരം കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി നിർവഹിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത് കലാപ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ഉപഹാരവും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് ജോർജ്, ന്യൂസ് മലയാളം 24 MD അബൂബക്കർ സിദ്ദിഖ്, COA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, ജില്ലാ സെക്രട്ടറി അനീഷ് N, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ രജനീഷ് PS, സുധീഷ് പട്ടണം, ഷുക്കൂർ കോളിക്കര, യെല്ലോ ക്ലൗഡ് ചെയർമാൻ ശിവപ്രസാദ് M, KCCL ഡയറക്ടർമാരായ രഘുനാഥൻ, നവാസ്, ഷാജി C. ജോസഫ്, COA ഇടുക്കി ജില്ലാ ട്രഷറർ ജെയ്മോൻ ജോസഫ്, COA അടിമാലി മേഖലാ പ്രസിഡന്റ് ഡേവിസ് C, COA അടിമാലി മേഖലാ സെക്രട്ടറി, സിനിമ സീരിയൽ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്. അടുത്ത മാസം പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. മന്ത്രി VN വാസവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രതിനിധികളായ A. അജികുമാർ, PD സന്തോഷ് കുമാർ, ദേവസ്വം കമ്മീഷണർ B. സുനിൽകുമാർ, NSS SNDP ഐക്യ മലയറിയ മഹാസഭാ പ്രതിനിധികളായ M. സംഗീത് കുമാർ, സുരേഷ് പരമേശ്വരൻ, KK സനിൽകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും ചേർന്ന് തീരുമാനിച്ചു. ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. വിപുലമായ ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗം ഇന്നിവിടെ സംഘടിപ്പിച്ചു. പ്രധാനമായും ഈ ജില്ലയിലെ എല്ലാ ജനപ്രതിനിധികളും, സംസ്ഥാനത്തെ മന്ത്രിമാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവരമായ സംഘാടക സമിതിയാണ് ഇന്ന് പമ്പയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 12 സബ് കമ്മിറ്റികളായിരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. പൊതുവായി സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരിയായി ഈ സംഘാടക. രാമായണം ഭക്തിസാന്ദ്രമാക്കിയ സന്ധികൾക്ക് സമാപനം. ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഭവനങ്ങളിലും 1 മാസം നീണ്ടുനിന്ന രാമായണ വായനയുടെ പരിസമാപ്തി ഭക്തി നിർഭരമായി. കങ്ങഴ പത്തനാട് പടിഞ്ഞാറേമന ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് രാമായണ മാസാചരണം സമാപിച്ചു. രാമായണത്തിന്റെ ശീലുകൾ ഉണർത്തി ഭക്തിസാന്ദ്രമായ സന്ധ്യകൾ പകർന്നു നൽകി രാമായണ മാസം കടന്നുപോയി. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എന്നാണ് രാമായണ പാരായണത്തിന്റെ ഫലശ്രുതി. രാമായണം കാലത്തിനതീതമായി വർദ്ധിക്കുന്ന ഇതിഹാസമായി മനുഷ്യ മനസ്സുകളിൽ നന്മ നിറയ്ക്കുമെന്ന വിശ്വാസത്തിൽ ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളും ഭവനങ്ങളും 1 മാസക്കാലം രാമായണ ശീലുകളാൽ മുഖരിതമായിരുന്നു.
കങ്ങഴ പത്തനാട് പടിഞ്ഞാറേമന ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് രാമായണ മാസാചരണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. പത്തനാട് വിക്രമൻ സ്വാമി, ഷീബ ബാലകൃഷ്ണൻ കണ്ണൂർ എന്നിവരാണ് ഒരു മാസം രാമായണം പാരായണം ചെയ്ത് കർക്കിടക മാസത്തെ ധന്യമാക്കിയത്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ഉത്തരകാണ്ഡത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് രാമായണ പാരായണം സമർപ്പിച്ചു. കർമ്മസ്ഥാനം മഠാധിപതി ബ്രഹ്മശ്രീ മധുദേവാനന്ദ സമാപന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈശ്വര ഭജനത്തിലൂടെ ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റാനുള്ള ആധ്യാത്മിക വശം മാത്രമല്ല രാമായണ പാരായണത്തിനുള്ളതെന്നും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള പ്രചോദനം കൂടിയാണ് രാമായണം പകർന്നു നൽകുന്നതെന്നും അദ്ദേഹം സമാപന സന്ദേശത്തിൽ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ സുഹൃതം, ശ്രവിക്കുവാൻ പറ്റുന്ന സുഹൃതം, പാരായണം ചെയ്യുവാൻ പറ്റുന്നതായ സുഹൃതം, അല്ലെ ആ പുസ്തകത്തിൽ തൊട്ട് നമിക്കുവാനുള്ള ഭാഗ്യം, അതൊക്കെ നമുക്ക് ഈ ഒരു പുണ്യജന്മത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ലഭ്യമാകൂ. ദേവിയുടെ മഹാനുഗ്രഹത്താലും 33 കോടി ദേവഗണങ്ങളുടെ പുണ്യമായ അനുഗ്രഹത്താലും നമ്മുടെ ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഒരു മാസക്കാലമായിട്ട് ഈ വേദമന്ത്രങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം, രാമായണ ശീലുകൾ നമുക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള, പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള വിവിധ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്തെ ഇടുങ്ങിയ വഴികളെയാണ് ആ പുസ്തകം പ്രതിപാദിക്കുന്നത്, ആ ഗ്രന്ഥം, മഹത് ഗ്രന്ഥം പ്രതിപാദിക്കുന്നത്. ആ പുണ്യ ഗ്രന്ഥത്തിനകത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ആവണം, എങ്ങനെയൊക്കെ ആയാലും മനുഷ്യന്റെ കൂടെ ദുഃഖങ്ങളുണ്ടാവും, ദുഃഖങ്ങളുള്ളിടത്ത് ദുരിതങ്ങളുണ്ടാവും. ഒരു കുന്നിനൊരു കുഴിയെന്ന് നമ്മൾ പറയുന്ന പോലെ ദുഃഖം, എവിടെ സന്തോഷമുണ്ടോ അവിടെ ദുഃഖമുണ്ട്, എവിടെ ദുഃഖമുണ്ടോ അവിടെ സന്തോഷമുണ്ട്. ഇതെല്ലാം കൂടെ ഇടകലർന്നുള്ള ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോകുന്നവർക്കാണ് പരാജയം സംഭവിക്കുന്നത്. കാവാലം സുധീഷ് ശാന്തികൾ ചടങ്ങിൽ സഹകാർമ്മികനായിരുന്നു. കർമ്മസ്ഥാനം മുഖ്യ കാര്യദർശി സന്ധ്യ മധു, അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട്, ഉണ്ണി കണ്ണൂർ, ബാലകൃഷ്ണൻ ആലപ്പുഴ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ധീരജവാന്മാർക്ക് ആദരവർപ്പിച്ച് കേരള വണിക വൈശ്യ സംഘം യൂത്ത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. പൊൻകുന്നം ഇളങ്കുളം മുത്താരമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. കേരള വണിക വൈശ്യ സംഘം ഇളംകുളം ശാഖ പ്രസിഡന്റ് രാജേന്ദ്രൻ ചെട്ടിയാർ ദേശീയ പതാക ഉയർത്തിയാണ് യൂത്ത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്മൃതി സംഗമം ആരംഭിച്ചത്. തുടർന്ന് വണിക വൈശ്യ സംഘം കോട്ടയം ജില്ലാ പ്രസിഡന്റ് PK ചെല്ലപ്പൻ ചെട്ടിയാർ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവത്യാഗം മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള
മറ്റ് പ്രായ ആൾക്കാരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിനും സ്മരിക്കുന്നതിനും നമുക്ക് നേതൃത്വം നൽകി യോദ്ധാക്കളെയൊക്കെ സ്മരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. അവരെ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് നമ്മുടെ ഇന്ത്യ ഒട്ടുക്ക് എല്ലാ സ്ഥലങ്ങളിലും 79-ാം സ്വാതന്ത്ര്യദിനം വിപുലമായ രീതിയിൽ ആഘോഷിക്കണം. യൂത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രാഹുൽ TK അധ്യക്ഷനായിരുന്നു. പൊൻകുന്നം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇന്ദ്രരാജ് DS മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുജിത് SV, സംസ്ഥാന സെക്രട്ടറി വിഷ്ണുപ്രിയ, പ്രോഗ്രാം കൺവീനറും യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കിരൺ മോഹൻ, ജില്ലാ സെക്രട്ടറി അർജുൻ മഹാദേവ്, സ്നേഹസമാജ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് VS ശശികുമാർ, കേരള വണിക വൈശ്യ സംഘം സംസ്ഥാന റീജിയണൽ സെക്രട്ടറി S ബാലകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ചെട്ടിയാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P പ്രശാന്ത്, ജില്ലാ ട്രഷറർ ശശികുമാർ KS, മഹിളാ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഓമന TA, സെക്രട്ടറി സിന്ധു വിജയകുമാർ, ജില്ലാ ബാലശെൽഫം കൺവീനർ സുനിൽകുമാർ B, സംസ്ഥാന യൂത്ത് ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് TK എന്നിവർ പ്രസംഗിച്ചു. വിവിധ സേനകളിൽ സേവനമനുഷ്ഠിച്ച ധീര ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വൈവിധ്യമാർന്ന പരിപാടികളോടെ ചങ്ങനാശ്ശേരി കുറിച്ചി CMS LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാന അധ്യാപിക മിനി ജോൺ ദേശീയ പതാക ഉയർത്തി. രാജ്യസ്നേഹം പ്രകടമാക്കിയ വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു കുറിച്ചി CMS LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം. രാവിലെ പ്രധാന അധ്യാപിക മിനി ജോൺ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ദേശഭക്തി ഗാനങ്ങളിലൂടെയും നൃത്ത ചുവടുകളിലൂടെയും കുട്ടികൾ ആഘോഷത്തിൻ്റെ അലയൊലികൾ തീർത്തു. आजा आजा जिंदे शामी आने के
അമേയ അനിൽകുമാർ ഭാരതാംബയായി എത്തി. PTA പ്രസിഡന്റ് സനിൽകുമാർ TS ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലോക്കൽ കറസ്പോണ്ടന്റ് ഇവാഞ്ചലിസ്റ്റ് റോബിൻസൺ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂൾ ലീഡർ മരിയ റോണി, പ്രധാന അധ്യാപിക മിനി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.